ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോസ്. ഇതാ അജൂട്ടൻ ഇന്ന് ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ വീഡിയോ ആണ് കേട്ടോ. അജൂട്ടൻ്റെ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂളാണ്. അജൂട്ടൻ ആദ്യമായിട്ട് LKG പോവാണ് കേട്ടോ. അങ്ങനെ ഇതാ അജൂട്ടൻ്റെ ഇപ്പം ടവലൊക്കെ വെച്ച് കൊടുത്ത് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് അജൂട്ടനെ സ്കൂൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ആൾ നല്ല സെറ്റായി ഡാൻസൊക്കെ കളിച്ച് വരുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ കുറേ നേരം നിന്ന് ആലോചിക്കുന്നുണ്ടായിരുന്നു സ്കൂളിൽ പോകണല്ലോ എന്നൊക്കെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അതൊക്കെ റെഡിയായി. വണ്ടിയുമ്പോൾ പോവായതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ വണ്ടി എടുത്ത് ഞങ്ങളുടെ നാട്ടിൽ കൂടിയുള്ള വഴിയാണ് കേട്ടോ. അത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള വഴിയാണ്. കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ, സ്കൂളിലേക്ക് കുറച്ച് ദൂരം പോകാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വണ്ടിയുമ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പോകുന്ന സമയത്തൊക്കെ അജൂട്ടൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, അമ്മ വൈകുന്നേരം വരെ അവിടെ ഇരിക്കുമോ, അല്ലെങ്കിൽ ഇന്ന അവിടെ ആക്കിയിട്ട് തിരിച്ചു പോവോ, രണ്ടാളും ഉപ്പയും അമ്മയും കൂടി തിരിച്ചു പോവുകയാണോ, ഇന്ന അവിടെ ഇട്ടിട്ട് പോവോ എന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞില്ല, വൈകുന്നേരം വരെ ആണെങ്കിൽ ഉമ്മ ഉണ്ടാവും, ഇല്ല ഇന്ന് എന്തായാലും ഉച്ച വരെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. രാവിലെ എണീച്ചപ്പോഴേ പറയുന്നത് ഞാൻ ഇന്ന് പോകുന്നില്ല, നാളെ മുതലാണ് സ്കൂളിൽ പോകുന്നതെന്നൊക്കെയാണ് പറഞ്ഞ്. അപ്പോൾ പിന്നെ ഞാൻ ഓനെങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ബലൂൺസ് ഉണ്ട് അവിടെ, കളിസാധനം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതാ ഞങ്ങൾ സ്കൂളെത്തി കേട്ടോ. ഇത് കോഴിക്കോട് ജില്ലയിലെ നന്മണ്ടയാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്നത്. അപ്പം നന്മണ്ടയിലുള്ള നന്മണ്ട ഈസ്റ്റ് AP സ്കൂളാണ് കേട്ടോ. മോള് ഇന്നും ഇവിടെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് പഠിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ തന്നെയാണ് മോനെയും ചേർത്തിയത്. കുറച്ച് ദൂരമേ ഉള്ളൂ വീട്ടിൽ നിന്ന്. അപ്പോൾ പുതുതായിട്ട് സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾക്കും സ്കൂൾ തുറന്നിട്ട് വരുന്ന കുട്ടികൾക്കും എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് നല്ല വരവേൽക്കാൻ വേണ്ടിയിട്ട് എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് കേട്ടോ. അവിടെ ചെണ്ടക്കൊട്ടായിട്ടും എല്ലാം ഉണ്ട് കേട്ടോ. മക്കളെയൊക്കെ കൂട്ടിയിട്ട് മുകളിലത്തെ നിലയിലേക്ക് പോവുകയാണ് കേട്ടോ. അവിടെയാണ് പ്രവേശനോത്സവത്തിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നത്, അവിടെയാണ്. അപ്പം മക്കളെയൊക്കെ ചെണ്ടക്കൊട്ടൊക്കെ ആയിട്ട് നമ്മൾ മക്കളെയും കൂട്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പം ഇന്ന് ഞാൻ അങ്ങനെ പൊതുവെ കരയുന്ന മക്കളൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പം ഇന്നും കുറച്ചൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ അജൂട്ടന് മാത്രമേ ഉള്ളൂ. ഓനിൻ്റെ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്, ഉമ്മ എങ്ങോട്ടെങ്കിലും പോകുമെന്ന് പറഞ്ഞിട്ട്. എന്നെ എങ്ങോട്ടും വിടുന്നേ ഇല്ല കേട്ടോ. അതാ മോളൂസ് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണ് നോക്കുന്നത്, കരയുന്നുണ്ട്. ആ കരയുന്നത് എന്തിനാണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പം അജൂട്ടൻ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെ എന്നോട് പോയി ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ തന്നെ ഇട്ടേച്ച് പോകുമെന്നൊരു ടെൻഷൻ അജൂട്ടനുണ്ട്. ഇന്ന് നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്തൊന്നും തീരെ മഴയില്ല. ഇന്നലെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു, മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് പോകാനൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ചൂടെടുക്കുന്നുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ടായിരുന്നു. നമ്മൾ ഹോളിലെത്തിയപ്പോൾ നല്ല ചൂടാണ് കേട്ടോ. ഇതാ ഒരു വേഷം കെട്ടി നിൽക്കുന്ന ആളെ കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മോളൂസ് കരഞ്ഞു എന്ന്. അതിതാ ഈ വേഷം കെട്ടിയ ആളെ കണ്ടിട്ടാണ് കേട്ടോ. മോളൂസ് വന്ന ഉടനെ കണ്ടത് ഈ വേഷം കെട്ടി നിൽക്കുന്ന ആളെയാണ്. അപ്പം ഭയങ്കര ടെൻഷനായി പോയിട്ടോ, കൈ കൊണ്ടൊക്കെ കളിക്കുന്നത് കണ്ടിട്ട് മോളൂസ് ഭയങ്കര പേടിച്ച് കരഞ്ഞിട്ടുണ്ട്. കുട്ടികൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഈ വേഷം കെട്ടൊക്കെ കണ്ടിട്ട് കുട്ടികളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം നോക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നോക്കുന്നുണ്ട്. അജൂട്ടനൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് ഈ ഒരു വേഷം കെട്ടി നിൽക്കുന്ന ആളെ കണ്ടിട്ടൊക്കെ. അപ്പോൾ അതാ ബലൂൺസൊക്കെ കൊടുത്തിട്ടുണ്ട്, കുറേ ബലൂൺസൊക്കെ എല്ലാ മക്കൾക്കും ബലൂൺസൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അജൂട്ടൻ ബലൂണൊക്കെ എടുത്ത് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചൊക്കെ ഒന്ന് ടെൻഷനൊക്കെ മാറി, കുറച്ചൊന്ന് ഫ്രീ ആയിട്ടുണ്ട്. അപ്പുറത്തിരിക്കുന്നവന് മോനുമായിട്ട് കമ്പനിയായിട്ട് പിന്നെ ഓൻ്റെ കൂടെ തന്നെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ആ മടിയിൽ നിന്നൊന്ന് എണീച്ചൊന്ന് സെറ്റായത്. ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവ ഗാനമാണല്ലേ ഇപ്പോൾ കേട്ടത്. എന്ത് രസമായിട്ടുള്ള വരികളാണ്, നല്ല രസമുണ്ട് കേട്ടോ പാടുന്നത് കേൾക്കാനും. നല്ല ഈണവും നല്ല വരികളുമാണ്. ഈ ഒരു അവധിക്കാലം ആയിരുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഒരു അവധിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പം നല്ല രീതിയിൽ പഠിക്കാനൊക്കെ കഴിയട്ടെ മക്കൾക്കെന്ന് ആശംസിക്കുകയാണ്. അങ്ങനെ ഇതാ പുതുതായിട്ട് വന്ന മക്കൾക്ക് ചെറിയൊരു സമ്മാനമൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ മക്കളെ സ്വീകരിക്കുന്നത്. കുഞ്ഞു കുട്ടികൾക്ക് LKG UKGയിലുള്ള മക്കൾക്കൊക്കെ സമ്മാനം കൊടുത്തിട്ടാണ് ഓരോ മക്കളെയും പേര് വിളിച്ചിട്ട് സമ്മാനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ സമ്മാനമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ താഴേക്ക് പോയി മക്കൾക്കൊക്കെ എല്ലാവർക്കും തന്നെ പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പായസമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് പോയതാണേ. ഞാൻ ഈ സ്കൂൾ തുറക്കുന്ന സമയത്തും പിന്നെ അതിന് മുന്നോടിയായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാനൊക്കെ പോകില്ലേ, ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ സ്കൂൾ ലൈഫാണ് കേട്ടോ ആലോചിക്കുക.
എത്ര നല്ല കാലഘട്ടമാണല്ലേ കഴിഞ്ഞു പോയത്. അതൊക്കെ നമ്മൾക്ക് ഇപ്പോഴാണ് തോന്നുക. കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് എത്ര നല്ലൊരു കാലഘട്ടമായിരുന്നു അതെന്ന് മനസ്സിലാക്കുക. ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നു അത് തന്നെയാണ്. കുറച്ചും കൂടി മഴയൊക്കെ ഉള്ളൊരു ദിവസമാണ് ഇന്ന് പോയിരുന്നതെങ്കിൽ കുറച്ചും കൂടി നൊസ്റ്റു ആയേനെ. ആ ഒരു സ്കൂൾ തുറക്കുമ്പോൾ ആ കുട്ടികളുടെ സൗണ്ടും അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പഠിച്ച കാലഘട്ടവും നമ്മൾ സ്കൂളിൽ എങ്ങനെയായിരുന്നോ ക്ലാസ്സിലെങ്ങനെയാണ് അതൊക്കെ ഓർമ്മ വരില്ലേ. സ്കൂൾ ലൈഫ് മിസ് ചെയ്യാത്ത ആരും ഉണ്ടാവില്ല. ഇനി നമുക്ക് കുറച്ച് മാജിക്കൊക്കെ കാണാം കേട്ടോ. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഗതിയാണ് ഇല്ലേ മാജിക്ക്. അപ്പോൾ നമുക്ക് കുറച്ച് മാജിക് കാണാം. മാജിക്കിന് മ്യൂസിക് ഇട്ടപ്പോൾ തന്നെ മോളൂസ് ഡാൻസ് തുടങ്ങി കേട്ടോ. ഇതിൽ ഞാൻ ചെറിയൊരു തമാശ കാണിച്ചു. ഒരു മാന്ത്രിക വടിയുണ്ട് കയ്യിലിട്ടോ ഇതാന്ന് കണ്ടിട്ടെന്ന് പറയുന്നത്. ഇവിടെ കയറി നോക്കാം. വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പം ഞാൻ നേരത്തെ കാണിച്ചില്ല ഒരു കുഞ്ഞു വാവേനെ. ആ കുഞ്ഞു വാവേൻ്റെ മൂത്ത ആളും അജൂട്ടൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ LKGയിലേക്ക്. രണ്ടാളും ഒരു ക്ലാസ്സിൽ തന്നെയാണ്. അപ്പോൾ അവർ രണ്ടാൾക്കും വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ഒരേ ഡേറ്റ് ഓഫ് ബർത്താണ് രണ്ടാൾക്കും. അപ്പോൾ ഒരുമിച്ച് തന്നെ വളർന്ന കുട്ടികളാണ്. ഒരേ ഹോസ്പിറ്റലിൽ ഒരേ വർഷം ഒരേ മാസം ഒരേ ദിവസം ജനിച്ച മക്കളാണ് കേട്ടോ. ഇനി നമുക്കൊന്ന് മൽബറി ഫാൻസി ഫുഡ് വെയർസും കൂടി ഉള്ള ആ ഷോപ്പിലൊന്ന് കയറണം കേട്ടോ. കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടവർക്ക് അറിയാം. ഞാൻ ചെരുപ്പൊക്കെ വാങ്ങാൻ പോയില്ലേ. ആ ഷോപ്പിലൊന്ന് കയറണം. കുഞ്ഞു വാവയ്ക്ക് ചെരുപ്പൊക്കെ വാങ്ങണം. ഈ കുഞ്ഞു വാവേൻ്റെ കുമ്മ എൻ്റെ മാമൻ്റെ മോളാണ് കേട്ടോ, ഷാനിബ. ഞാൻ വേറെ ചെല്ലപ്പേരിലൊക്കെയാണ് വിളിക്കൽ, അതിവിടെ പറയുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഷോപ്പിലേക്ക് കയറിയിട്ടുണ്ട്. രണ്ട് മക്കൾക്കും ചെരുപ്പ് വാങ്ങണമെന്നുണ്ട്. മൂത്ത ആളിതാ ഹെൻസനെ കണ്ടില്ലേ. ഹെൻസയ്ക്ക് ചെരുപ്പ് വാങ്ങണം നോക്കണം. അജൂട്ടന് പിന്നെ നോക്കിയ സമയത്തൊന്നും കിട്ടിയില്ലായിരുന്നു. പിന്നെ ചെറിയ വാവയ്ക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നത്. നല്ല ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ട്. ഏത് ചെരുപ്പ് തന്നാലും ഇടാൻ റെഡി ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. പർച്ചേസിൻ്റെ ഒരു വീക്ക്നെസ്സാണ് കേട്ടോ. എന്ത് തന്നെ ആയാലും എന്ത് ചെറിയ സാധനം വാങ്ങാനാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് ഈ പർച്ചേസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുക. ഞാൻ ഒരു ഷോപ്പിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഞാൻ വേണേൽ 10 ഷോപ്പിലൊക്കെ കയറിയിരുന്നു. എനിക്കൊരു മടിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ വരുന്നവർക്ക് ചിലപ്പോൾ ചടച്ചെന്നൊക്കെ വരും. അപ്പോൾ ഇതാ ഈ ഒരു ചെരുപ്പാണ് കുഞ്ഞു വാവക്ക് വാങ്ങി. നല്ല രസമല്ലേ, നല്ലൊരു ബ്ലാക്ക് ചെരുപ്പ്. ഇതാ രണ്ടളിയന്മാർ കേട്ടോ. ഞങ്ങൾ രണ്ടാളെയും ഭർത്താക്കന്മാരാണ്. രണ്ടളിയന്മാരും ചെരുപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഓരിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞെടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് എന്നൊക്കെ അളിയൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് ഇതാ ചെവിയാൾ പൊത്തുന്നത് എനിക്ക് തോന്നുന്നു, മുഖമാണ് പൊത്താൻ നോക്കിയെന്ന് തോന്നുന്നു. അപ്പോൾ ചെവിയൊക്കെ പൊത്തി നിൽക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. പിന്നെ അതാ ഒരു സൈഡായി എല്ലാ ഭർത്താക്കന്മാരെ പോലെ തന്നെ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഭാര്യൻ്റെ കൂടെയൊക്കെ ഷോപ്പിങ്ങിന് വന്നാൽ പിന്നെ ഒരു സൈഡായിട്ട് എവിടെയും പോയിരിക്കുന്നുണ്ടാവില്ലേ. പിന്നെ അതാ അൻസക്ക് ഒരു ഹെയർ ബാൻഡൊക്കെ വാങ്ങി. ഹെയർ ബാൻഡും പിന്നെ കുറച്ച് ടിക്ക് പോലത്തെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇതാ അജൂട്ടന് സ്കൂളിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടോ. അതൊക്കെ ഒരു ചെറിയ സമ്മാനമായിട്ട് സ്കൂളിൽ നിന്ന് കൊടുത്ത സാധനങ്ങളാണ്. ഇതാ ഒരു ബോക്സ് കേട്ടെ അജു, നല്ലൊരു ബോക്സാണ്. അജൂട്ടൻ ആദ്യം ബോക്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെയല്ല, അപ്പുറത്തെ ഭാഗത്താണ് തുറക്കുക. അപ്പുറത്തെ ഭാഗം കേട്ടോ. ഇടാം അങ്ങനെ തുറക്കുക. തുറന്ന് കാണിച്ചു കൊടുക്കുക. എന്നാലും നോക്കട്ടെ എവിടെയാ തുറക്കാം. ഈ 2 അറയൊക്കെയുള്ള നല്ല ബോക്സ്, സൂപ്പർ ബോക്സ്. അതങ്ങനെ തന്നെ വെക്കുക ചെയ്യാം. അവിടെ വെക്ക്. പൊട്ടിയോ? ഇങ്ങനെയല്ല, ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കണതാ. ഇതിൻ്റെ ഉള്ളിലേക്ക് കേട്ടോ. പെൻസില്. വേറെന്താ കാണിച്ചു കൊടുക്ക്. വേറെന്താ കിട്ടിയേ? വേറെത് കളറ് കാണിച്ചു കൊടുക്ക്. അതാ കളർ പെൻസിൽ, ക്രയോൺസ് അല്ലേ. ക്രയോൺസ് കിട്ടിയേക്ക്. പിന്നെന്താ കിട്ടിയ ജോന്? അതേതോ ഒരു ക്രയോൺസിൻ്റെ അത് പൊട്ടിപ്പോയി. അമ്മോ പൊട്ടിപ്പോയില്ലേ. ഇത് പിന്നെ ഒരു നോട്ട്ബുക്ക് അല്ലേ ജുപ്പിയ? നോട്ട്ബുക്ക്.
നീ അതൊക്കെ എടുത്ത് വെക്കല്ലേ. മുട്ടായി കിട്ടാത്ത പരാതിയാണ് കേട്ടോ അജൂട്ടന്. സ്കൂൾ സമ്മാനത്തിൽ മുട്ടായി കിട്ടായിട്ടുള്ള പരാതിയാണ്. സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു മുട്ടായി കിട്ടിയില്ല, മുട്ടായി കിട്ടിയില്ല. അജൂട്ടൻ നമ്മൾ വാങ്ങിയ ബോക്സ് കാണിച്ചു കൊടുക്ക്. അജൂട്ടൻ നമ്മൾ വാങ്ങിയ ബോക്സ് കാണിച്ചു കൊടുക്ക്. ഉമ്മ വാങ്ങിയ ബോക്സ്. അജൂട്ടന് പൊളിക്കാനും തുറക്കാനൊക്കെ ഉള്ള മടി. വേണ്ട, കാണിക്കണ്ട. നമ്മളിതൊക്കെ എടുത്ത് വെക്കുക. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം കേട്ടോ. ബൈ.